സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേനെ കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ വില്ലൻസായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടേഴ്സായിട്ടുള്ള സ്കോർപ്പിയനും പിന്നത്തെ ടോം സ്റ്റോൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനിൽ വന്ന അതേ ക്യാരക്ടർ തന്നെയാണ്. പിന്നെ മിനി വില്ലനായിട്ടുള്ള ബൂമറാങ്ക് ബൂമേഴ്സിൻ്റെ ഒപ്പം മെയിൻ വില്ലൻ്റെ ക്യാരക്ടറിനെ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമല്ല, സാവേജ് ഹൾക്ക്. ട്രസ്റ്റബിൾ ഇൻസൈഡർ തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഫാൻസ് ആഗ്രഹിച്ച പോലെ പ്രൊഫസർ ഹൾക്കിനെ മാറ്റി സാവേജ് ഹൾക്കിനെ കൊണ്ടുവരാൻ പോവാണ്. മാർവലും സോണി ഇട്ടങ്ങനെ ഡീലിൽ എല്ലാ സ്പൈഡർമാൻ്റെ മൂവിയിലും ഒരു മാർവൽ ക്യാരക്ടർ കൊണ്ടുവരണം. ഫസ്റ്റിൽ അയൺമാൻ, സെക്കൻഡിൽ ഫ്യൂരി, തേർഡിൽ സ്ട്രേഞ്ച്, ഫോർത്തിൽ ചെറിയ സാധ്യതയുണ്ട്. വെല്ലിട്ടിട്ടുണ്ടെങ്കിൽ ഹൾക്കിന് നമ്മുടെ പീറ്റർ പാർക്കറുടെ ഐഡൻറ്റിറ്റി ഓർമ്മയുണ്ടാവും. കോമിക്സിലെ വൺ മോർ ഡേ എന്ന് പറയുന്ന കോമിക്സ് അഡോപ്റ്റ് ചെയ്താണ് നോവേ ഹോം ക്രിയേറ്റ് ചെയ്തത്. ഇതിന് ശേഷമാണ് കോമിക്സിൽ ബ്രാൻഡ് ന്യൂ ഡേ കിക്ക് ഓഫ് ആയത്. ആ ടൈമിൽ നമ്മുടെ സ്പൈഡർമാൻ ഹൾക്കായി മാറിയിട്ടുണ്ടാവും. നമ്മുടെ ബ്രൂസ് വെയ്നർ ആയിരിക്കും അത് ശരിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൾക്ക് പറയും പീറ്റർ പാർക്കർ ഹെൽത്ത് കെയർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ ചോദിക്കും, എല്ലാവരും എൻ്റെ ഐഡൻറ്റിറ്റി മറന്നുപോയപ്പോൾ താനെങ്ങനെ ഓർത്തിക്കണമെന്ന്. അപ്പോൾ ഹൾക്ക് പറയും ബ്രൂസ് ബാനർ പറയണമെങ്കിൽ മറന്നിട്ടുണ്ടാവും, ഹൾക്ക് മറക്കില്ലെന്ന്. മൂവിക്ക് ശേഷം വേണമെങ്കിൽ നമുക്ക് ഹൾക്കിൻ്റെ വേൾഡ് വാർ ഹൾക്ക് എന്ന് പറയുന്ന മൂവി കിക്ക് ഓഫ് ചെയ്യാം. ഇൻഫിനിറ്റി സാഗയിൽ വെറുതെ ആ സ്റ്റോറി സർക്കാരിൽ വേസ്റ്റ് ചെയ്തു. ഇപ്പോൾ വേണമെങ്കിൽ അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഇടയ്ക്കും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൻ്റെ ഇടയ്ക്കും ഒരു അൺടൈറ്റിൽഡ് മൂവി മാർവൽ ഇറക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അത് വേൾഡ് ഹൾക്ക് ആയിരിക്കാം. പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു സൂൺ.